ബലിപെരുന്നാളിന് മുന്നോടിയായി പൊന്നാനിയിലെ മദ്രസകളിൽ കയ്യെഴുത്ത് പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ അവധിക്കായി മദ്രസകൾ അടയ്ക്കുന്നതിന് മുന്നോടിയായാണ് കയ്യെഴുത്ത് പെരുന്നാൾ ആഘോഷിച്ചത്. ദുൽഹജ്ജ് മാസം പിറന്നതോടെയാണ് പൊന്നാനിയിൽ കയ്യെഴുത്തു പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. നേരത്തെ ഓത്തുപള്ളികളിൽ നടന്നുവന്നിരുന്ന കയ്യെഴുത്തു പെരുന്നാളാണ് പൊലിമ ഒട്ടും ചോരാതെ മദ്രസകളിൽ നടന്നുവരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും പുത്തനുടുപ്പുകളും ആഭരണങ്ങളും അണിഞ്ഞാണ് കയ്യെഴുത്തു പെരുന്നാളിനെത്തുക. മൂപ്പത്തിയ മുളമുറിച്ച് ചെത്തിക്കൂർപ്പിച്ചുണ്ടാക്കിയ കലമുകൊണ്ട് അറബി മഷിയിൽ മുക്കി കുട്ടികളുടെ കൈവളയിൽ മൊല്ലാക്ക വിശുദ്ധവചനങ്ങൾ എഴുതുന്ന ചടങ്ങാണ് കയ്യെഴുത്തു പെരുന്നാൾ. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണ്? കയ്യെഴുത്താണ് അല്ലേ? കയ്യെഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂർവികരായ പഴയ ആളുകൾ, പഴയ ഉസ്താദുമാരെ കൊണ്ടു നടന്ന ഒരു ആചാരമാണ് വലിയ പെരുന്നാളോടനുബന്ധിച്ച് നടക്കുന്ന കയ്യെഴുത്ത്. അത് എഴുതുന്നത് നിങ്ങൾ കയ്യിൽ എഴുതില്ലേ, ആ മഷി അറബി മഷിയാണ്. അതില് സംസം വെള്ളം ചേർക്കുന്നുണ്ട്, വർക്കത്തിന് വേണ്ടി സംസം വെള്ളം ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ എഴുതുന്നത്. ഏതായാലും നമ്മൾ ഇപ്പോഴും അൽഹംദുലില്ലാ ആ ഒരു കർമ്മം നിലനിർത്തിക്കൊണ്ട് പോരുന്നുണ്ട്. അത് നിങ്ങൾക്കും വലിയ സന്തോഷമാണ് അല്ലെ? പുത്തനുടുപ്പ് ധരിച്ച് മദ്രസയിൽ കൈയെഴുതാൻ വരുന്ന അല്ലെ, ചെറിയ ചെറിയ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളൊക്കെ വരുമ്പോ സന്തോഷം നിങ്ങൾക്ക് ഇല്ലേ? അപ്പോ പണ്ടൊക്കെ ഗുരുക്കന്മാർക്ക് ദക്ഷിണ നൽകിയിരുന്നത് 1 മുക്കാൽ, 2 മുക്കാൽ, 1 അണ, 2 അണ, 4 അണ, 8 അണ എന്നിങ്ങനെയായിരുന്നു. ഇപ്പോൾ മധുരപാനീയങ്ങളും പലഹാരങ്ങളും ചീർണിയും പണവും കയ്യെഴുത്ത് പെരുന്നാളിൻ്റെ ഭാഗമായി ഉസ്താദുമാർക്ക് നൽകും. കാലം മായ്ക്കാത്ത ഈ ഓർമ്മകൾ ഇന്നും പൊന്നാനിയിൽ നിലനിൽക്കുന്നു എന്നതാണ് കൗതുകകരം. പുതുപുത്തൻ കാലത്തും 7 കടലുകൾക്കക്കരെ കാണാമറയത്തു നിന്നും ഓരോ പൊന്നാനിക്കാരും തിരികെ വരാൻ കൊതിക്കുന്നത് ഈ ഓർമ്മകളുടെ ചൈതന്യം കൊണ്ടാണ്. NCV ന്യൂസ് പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.